ആദ്യമായിട്ട് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇവിടെ പണിക്ക് വേണ്ടിയിട്ട് ഗൾഫിക്ക് എന്നല്ല പുറം രാജ്യങ്ങൾക്ക് പോകുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് സ്വപ്നങ്ങളും. കാരണം അവർ കാഴ്ചയിൽ കണ്ടൊരു ഗൾഫ് അല്ലെങ്കിൽ ഒരു പുറം രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വണ്ടർഫുൾ ആയിട്ട് ഭയങ്കര അടിപൊളിയുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ ഇവര് ഈ മനസ്സിൽ ഇതൊക്കെ വെച്ചിട്ടാവും പെട്ടിയും പ്രമാണമൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് കയറി വരിക. ഇങ്ങോട്ട് കയറി വന്നിട്ടോ ചിലവർക്കൊക്കെ ഓക്കെ ആവും. ചിലവർ പറഞ്ഞു കഴിഞ്ഞാൽ ചില മരുഭൂമിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഫുള്ള് മറ്റേ എന്താ കാട്ടുമുക്കിനുള്ളിലൊക്കെ പോയി പെടുന്ന ആൾക്കാരുണ്ട്. അവരുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര അവസ്ഥയാണ്. കാരണം ഒരുപാട് പ്രതീക്ഷകളൊക്കെ ആയിട്ട് ഇവിടെ വരും. ഇവിടെ വന്നിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പൊ അവരോട് പറയും ഇത്ര മണിക്കൂർ പണിയുണ്ട്, മര്യാദയ്ക്ക് ഉറക്കം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ല. പറഞ്ഞു പറ്റിക്കുന്നുണ്ട്. ചില ആൾ പറഞ്ഞാൽ നല്ല നല്ല പണിയായിട്ട് കൊണ്ടുവരും. കൊണ്ടുവരുന്ന ചില ആള് ഞങ്ങൾക്ക് എന്റെ അറിവിൽ കുറെ ആളുണ്ട് മരുഭൂമിയിൽ കൊണ്ടിട്ടിട്ടുണ്ട്. അല്ല അത് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നാട്ടിലിപ്പോ കാര്യമായിട്ട് പണിയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നിൽക്കുന്ന സമയത്ത് പറയുന്നത് ഗൾഫിൽ പോയി നല്ല ചാൻസ് ഉണ്ട് പറയും. അപ്പൊ ഇപ്പൊ നമുക്ക് വരാൻ വലിയ താല്പര്യം ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ പിന്നെ കുടുംബക്കാരും വീട്ടുകാരും നാട്ടുകാരെല്ലാരും പറഞ്ഞു പോയോക്ക്, പോയിട്ട് ഇനി രക്ഷപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കഴിച്ചിലായില്ല എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ കെട്ടിയ പെണ്ണിന്റെ പണ്ടങ്ങൾ വെച്ചിട്ടോ അല്ലെങ്കിൽ വീടോ സ്ഥലമോ അല്ലെങ്കിൽ എവിടെന്നേലൊക്കെ കടം മേടിച്ചിട്ടോ ലോണൊക്കെ എടുത്തിട്ട് കഷ്ടപ്പാടും കൊണ്ട് ഇങ്ങോട്ട് കയറി വരും. ഇവിടെ കയറി വന്നിട്ടാവും ചിലപ്പോൾ ഈ ഏജന്റ് ഈ പറഞ്ഞ ആൾക്കാർ ചിലപ്പോൾ പറ്റിച്ചിട്ടുണ്ടാവും. പറഞ്ഞ പണിയും കിട്ടില്ല, കിട്ടിയ ചിലപ്പോൾ വേറെ എന്തെങ്കിലും പണിയാവും. എന്നിട്ട് ഇവർക്ക് തിരിച്ചു പോകാൻ പറ്റും, തിരിച്ചു പോകാനും പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നാട്ടിൽ പോയി കഴിഞ്ഞാൽ അത്രയും കടമാണ്. ഈ കട എങ്ങനെയൊക്കെ മീട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്യും, ഏതിനൊക്കെ ചെറിയ ചെറിയ പണിക്ക് കയറും. എന്നിട്ട് രാവും പകലും ഇല്ലാണ്ട് അധ്വാനിക്കും. കാരണം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് സ്വപ്നങ്ങളും. നമ്മളിപ്പോൾ ഈ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോയിൽ കാണുന്ന ഗൾഫ് അല്ലെങ്കിൽ പുറം രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഭയങ്കര രസമാണ്. പക്ഷെ അത് അല്ലാത്തൊരു സ്ഥലവും കൂടി ഉണ്ട് ഇവിടെ. ഈ ഭംഗിയുള്ള സ്ഥലങ്ങളല്ലാണ്ട് ഭയങ്കരമായിട്ട് ഉള്ള ഏരിയാസ് അല്ലെങ്കിൽ ഒരുപാട് മരുഭൂമികളുള്ള അങ്ങനത്തെ കുറെ സ്ഥലങ്ങളുണ്ട്. അതൊന്നും അധികം ആളുകൾക്ക് അറിയില്ല. ഇപ്പൊ നമ്മുടെ തന്നെ കുറെ ആൾക്കാരുണ്ട് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കണ്ട ഗൾഫല്ല ഇവിടെ വന്നിട്ട് കണ്ടതെന്ന് പറഞ്ഞത്. കാരണം സങ്കല്പത്തിൽ അവർ ഭയങ്കരമായിട്ട് സങ്കല്പിച്ചിട്ടാവും വരും. ഇവിടെ വരിക, അടിച്ചു പൊളിച്ച് നടക്കുക, കുറച്ചു നേരം പണിക്ക് പോവുക. ഇതിൽ മെയിൻ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഗൾഫിലുള്ള ആരാണെങ്കിലും, ഈ പറയണ ഞാനാണെങ്കിലും ഈ പറയണ നീ ആണെങ്കിലും, ഇതൊക്കെ നമ്മളിപ്പോ നമ്മുടെ വിഷമോ അല്ലെങ്കിൽ നമ്മുടെ സങ്കടമോ ഇതൊന്നും നമ്മൾ മറ്റേ നമ്മൾ സ്റ്റോറി ഇടില്ല, സ്റ്റാറ്റസ് ഇടില്ല, ഒന്നും ഇടില്ല. നമ്മൾ ചെയ്യുന്നത് ഫുള്ള് നമ്മൾ എൻജോയ്മെന്റ് ചെയ്യുന്നത്, നമ്മൾ ഫുഡ് കഴിക്കുന്നത്, നമ്മൾ കറങ്ങുന്നത്. ഇതിൽ ഗൾഫുകാരന്റെ കറക്കം എന്ന് പറഞ്ഞാലാണ് ഏറ്റവും വലിയ രസം. അപ്പൊ നോർമലായിട്ട് ഈ കഫ്റ്റേരിയ ബക്കലൊക്കെ പണിയെടുക്കുന്നവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മര്യാദയ്ക്ക് ഉറങ്ങാൻ പോലും സമയമില്ല. കാരണം ഷിഫ്റ്റ് ഡ്യൂട്ടി റൂം ഇത് മാത്രമേ ഉള്ളൂ. ഈ 2 ദിവസം ഉണ്ടാവും. ഈ ഒരു വർഷത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ പെരുന്നാളുണ്ടാവും, ഒരു വലിയ പെരുന്നാളുണ്ടാവും. ഈ ചെറിയ പെരുന്നാളിനും വലിയ പെരുന്നാളിനും എന്ത് ചെയ്യും, പുറത്ത് പോയിട്ട് കുറച്ച് സ്ഥലങ്ങൾ കാണും, എന്നിട്ട് റൂമിൽ വരും, സുഖമായിട്ട് കടന്നുറങ്ങും. എന്നിട്ട് പുറത്ത് പോയിട്ട് ഈ സ്ഥലങ്ങൾ കാണുമ്പോൾ നല്ല നല്ല സ്ഥലത്ത് 1-2 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യും. അപ്പൊ കാണുന്ന ആൾക്കാർ നാട്ടിൽ നിന്ന് വിചാരിക്കും അവന്റെയൊക്കെ സമയം നല്ല സമയം കേട്ടോ, ഭയങ്കര സെറ്റപ്പാണ്, അങ്ങനെയൊക്കെ വിചാരിക്കുന്നവർക്ക് ഇപ്പൊ എന്തും വിചാരിക്കില്ല. പക്ഷെ ഇവിടുത്തെ അവന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ എല്ലാവരുടെയും അല്ല, ഈ ചെറിയ ചെറിയ പണിക്കൊക്കെ വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവന്റെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ചെറിയ ചെറിയ ശമ്പളത്തിനൊക്കെ ഇവിടെ പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്. ഈ ബക്കാല കഫ്റ്റേരിയ പോലെ ചെറിയ 10,000 റുപ്യ പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്. ഇവർ ഇവിടെ വന്നിട്ട് കാരണം ഇപ്പൊ നാട്ടിൽ ഒരു കുറെ കേസുകളുണ്ടാവും. ഈ ലോണ്, കുട്ടികളുടെ പഠിത്തം, അങ്ങനെ കുറെ കാര്യങ്ങൾ. ഇപ്പൊ ഒരു മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഷെഡ്യൂൾ ഉണ്ടാവും. എത്ര റുപ്യ കിട്ടിക്കഴിഞ്ഞാൽ എത്ര റുപ്യ നാട്ടിലേക്ക് അയക്കണം. പക്ഷെ ഈ കറക്റ്റ് സമയത്ത് ഇവർക്ക് ശമ്പളം കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കാം. ഇത് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ റോൾ ചെയ്തിട്ടും അപ്പൊ കറക്റ്റ് സമയത്ത് ശമ്പളം കൊടുക്കാത്ത ഒരുപാട് മുതലാളിമാരുണ്ട്. ഈ സംഭവം എന്താ വെച്ചാൽ അവരെയും ഈ പറഞ്ഞാൽ അവരെ കുറ്റം പറയാനൊന്നും പറ്റില്ല. ഈ ഇപ്പൊ ഞാനിപ്പോ ഒരു കട നടത്തുന്നുണ്ട്, അപ്പൊ അങ്ങനെ കട കച്ചവടം സംബന്ധമായിട്ട് നടക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ സമയവും ഇപ്പൊ എല്ലാ പ്രാവശ്യം ഇവർക്ക് പ്രതീക്ഷിച്ച പോലെ കച്ചവടം കിട്ടിക്കോണമെന്നില്ല. അപ്പൊ എന്ത് ചെയ്യും, ഈ മുതലാളിമാരുടെ പ്ലാനിങ് മൊത്തം തെറ്റും. ഈ മുതലാളിമാരുടെ പ്ലാനിങ് തെറ്റിയാലോ അവിടെ പണിക്കാരന്റെ പ്ലാനിങ് തെറ്റും. ഈ പണിക്കാരന്റെ പ്ലാനിങ് തെറ്റിയാലോ പണിക്കാരന്റെ കുടുംബത്തിന്റെ കാര്യം കുറച്ച് മോശമാവും. അപ്പൊ ഇതൊക്കെ തരണം ചെയ്തിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ ഓൾമോസ്റ്റ് ഈ പറഞ്ഞ പോലെ ഗൾഫിൽ നിൽക്കുന്ന ആൾക്കാർ എന്നൊക്കെ പറഞ്ഞാൽ. പിന്നെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫിക്ക് വരുന്ന ആൾക്കാരിൽ ഇപ്പൊ ഓൾമോസ്റ്റ് ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാമുകിമാരുണ്ടല്ലോ, കാമുകിമാര് കാരണം ഗൾഫിക്ക് വരുന്നവരാണ് ഓൾമോസ്റ്റ് കുറെ ആൾക്കാർ. പല കാരണങ്ങളുണ്ട്. ചില ആൾക്കാർ സാഹചര്യം കൊണ്ട് ഇപ്പൊ വീട്ടിലത്തെ കഷ്ടപ്പാട്, ബുദ്ധിമുട്ട്, കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് വരുന്ന ആൾക്കാരുണ്ട്. വേറെ കുറച്ച് ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമുകിമാരുടെ വാക്കും കേട്ടിട്ട് വരുന്ന ആൾക്കാരുണ്ട്. എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ വലിയ പണിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ കാമുകിന്റെ വീട്ടിൽ ചിലപ്പോൾ കല്യാണമൊക്കെ ആലോചിക്കുന്നുണ്ടാവും. അപ്പൊ ആ സമയത്ത് കാമുകി പറയും ഫോൺ വിളിച്ചിട്ട്, അതേ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവൂല, എന്തെങ്കിലുമൊക്കെ പണി നോക്കണം, നമ്മൾ പുറത്ത് കടയിലൊക്കെ പോയിട്ട് 2 വർഷമൊക്കെ നിൽക്കുക, അപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞ് സെറ്റാക്കാന്നൊക്കെ പറയും. എന്നിട്ട് ഓളുടെ വാക്കും കേട്ടിട്ട് ഇനി നമുക്ക് വരാൻ താല്പര്യം ഇല്ലെങ്കിൽ അടക്കം ഈ ഗൾഫ് അങ്ങനത്തെ പുറം രാജ്യങ്ങൾക്കൊക്കെ എന്താവും ടിക്കറ്റൊക്കെ എടുത്തിട്ട് കയറി വരും. കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓൾമോസ്റ്റ് ആൾക്കാർക്ക് എന്താ വെച്ചിട്ടാ പട്ടിപ്പണിയാവും. പട്ടിപ്പണിയാണെങ്കിൽ അവന്റെ മനസ്സിൽ ഒറ്റ പ്രതീക്ഷ, ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടാവുള്ളൂ, എങ്ങനെയെങ്കിലും നാട്ടിൽ പോയിട്ട് അവളെ കെട്ടണം. അപ്പൊ ഈ കാമുകിമാര് കാരണം പ്രവാസികളാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ ജീവിതം കഴിച്ചിലാവുന്ന ആൾക്കാരും ഉണ്ട്, ജീവിതം കുടുങ്ങി പോണ ആൾക്കാരും ഉണ്ട്. ആൾക്കാർ പിന്നെ ചിലവന്റെ ശരിയാവും, ചിലവന്റെ ശരിയാവില്ല. ചില ആൾക്കാർ നാട്ടിൽ പോകുമ്പോൾ പെണ്ണ് കാത്തിരിക്കുന്നുണ്ടാവും. ചിലവർ 2 വർഷം 3 വർഷമൊക്കെ പ്രവാസമൊക്കെ കഴിഞ്ഞ് നാട്ടിലെത്തുന്ന സമയത്ത് ചിലപ്പോൾ ഓളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഓളുടെ ഒക്കത്തിൽ കുട്ടി ഉണ്ടാവും. അതാണ് അവിടെ പോയിന്റ്. അപ്പൊ ചിലവരെന്ത് ചെയ്യും, കാമുകിമാരോട് കഴിച്ചിലാവുകയും ചെയ്യും ചില ആൾക്കാർ. പക്ഷെ എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ പുറം രാജ്യങ്ങൾക്ക് വന്നാണ്ടല്ലോ ജീവിതം എന്താണ് മനുഷ്യന്മാർ ശരിക്കും പഠിക്കും. ഈ നമ്മുടെ കഷ്ടപ്പാട് എന്താണെന്നും ബുദ്ധിമുട്ട് എന്താണെന്നും എങ്ങനെയാണ് സ്ട്രഗിൾ. കാരണം ഇവിടെ വന്ന് പെട്ടവൻ, ഇവിടെ എന്നല്ല ഗൾഫിലും ഈ പുറം രാജ്യത്തും എല്ലാവരും വന്ന് പെട്ട ആൾക്കാർ പിന്നെ എവിടെ പോയാലും അവർ കഴിച്ചിലാവും.
തലമുറേന്റെ ഒക്കെ ചിന്താഗതിയൊക്കെ മാറിയിട്ട് ഇപ്പോഴത്തെ തലമുറയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫൊന്നും വേണ്ട. അവർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പുറം രാജ്യങ്ങൾ, ഇപ്പൊ ഈ കാനഡ, അമേരിക്ക, അങ്ങനെ പുറത്തേക്ക് പോകണം, അബ്രോഡ്, അങ്ങനെ പല പുറം രാജ്യങ്ങൾക്ക് പോകണം. ഗൾഫൊക്കെ മടുത്തു. കാരണം എന്താ വെച്ചാൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ ഇപ്പൊ അവിടെ പോയ ആൾക്കാർ ഇപ്പൊ നമ്മുടെയൊക്കെ ചില ചങ്ങായിമാരൊക്കെ ഉണ്ട് കേട്ടോ, ഈ അമേരിക്കയിലും കാനഡയിലൊക്കെ ഉണ്ട്. അപ്പൊ അവരെ വിളിക്കുമ്പോഴോ അവർക്ക് നമ്മളൊക്കെ വലിയ കഷ്ടപ്പാടാണ്. അപ്പൊ ഇതിലിപ്പോ സംഭവം വാസ്തവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ പോയാലും ദുനിയാവിന്റെ ഏതറ്റത്ത് പോയി കഴിഞ്ഞാലും പണിയെടുക്കണം. പണിയെടുത്താ പൈസ ഉണ്ട്. വെറുതെ ഇരുന്നിട്ടൊന്നും പൈസ എങ്ങനെയും കിട്ടൂല. ഇതിൽ നല്ലതും ഉണ്ട് കേട്ടോ. ഈ പ്രവാസിൽ ബുദ്ധിമുട്ടുന്ന ഒരു ടൈപ്പും ഉണ്ട്. അപ്പുറത്ത് നോക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നിട്ട് സെറ്റിൽഡ് ആയ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ഈ നമ്മൾ ഈ നെഗറ്റീവ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ഇതിൽ നെഗറ്റീവും ഉണ്ട് പോസിറ്റീവും ഉണ്ട്. ചിലവന്റെ ജീവിതം അടിപൊളിയാവും, ചിലവന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാവും. പക്ഷെ എങ്ങനെയാണെന്നുണ്ടെങ്കിലും എങ്ങനെയൊക്കെ ജീവിച്ചു പോവും. ഇപ്പൊ പ്രവാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വെറുതെ ഇരിക്കില്ല, പണി ഉണ്ടാവും. പണി ഇപ്പൊ എവിടെ, അതിപ്പോ ദുനിയാവിന്റെ ഏതറ്റത്ത് പോയി കഴിഞ്ഞാലും ഇപ്പൊ ഈ പുറം രാജ്യങ്ങളുള്ള ആൾക്കാർ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അവിടെ ഭയങ്കര സുഖമാണെന്ന്. പക്ഷെ നമ്മുടെ ചില ചങ്ങായിമാരൊക്കെ ഉണ്ടാവും അവിടെ, അവർക്ക് വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാലോ അവർക്കും ഭയങ്കര കഷ്ടപ്പാടാണ്. ഈ മറ്റേ കാനഡയിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാർ പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അവർക്ക് അവരുടേതായ അല്ല, അത് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ പോയി കഴിഞ്ഞാലും പൈസ വേണോ, പണിയെടുക്കണം. പിന്നെ ഉടായ്പ വഴിയിലൂടെ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും. അതിപ്പോ ഒരു 100-ൽ 1-2 ആൾക്കാരുണ്ടാവും. അതിപ്പോ എത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റുന്ന അറിയില്ല. ചിലപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞിട്ട് ചിലപ്പോൾ എന്താ പറയാ ഭയങ്കര വലിയ കടക്കാരനാവും, പിന്നെ നാടുവിടേണ്ട അവസ്ഥയൊക്കെ ആവും. അപ്പൊ എങ്ങനെ ആയാലും പട്ടിനെ പോലെ മറ്റേ പഴയ എന്തോ പറയണ പോലെ എന്താ പറയാ പട്ടിനെ പോലെ പണിയെടുക്കുക, എന്നിട്ട് ഈ രാജാവിനെ പോലെ ജീവിക്കുക എന്നൊക്കെ പറയില്ലേ. അപ്പൊ അധ്വാനിക്കേണ്ട സമയത്ത് നല്ലോണം അധ്വാനിക്കുക. പക്ഷെ ഈ വെറും അധ്വാനം മാത്രമായിട്ട് നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് കളഞ്ഞിട്ടോ കാര്യമില്ല. അപ്പൊ നമ്മുടെ ജീവിതം കുറച്ച് നമ്മൾ എന്ത് ചെയ്യും, എന്റർടൈൻമെന്റിന് വേണ്ടി മാറ്റി വെക്കണം. അതിൽ ഫുൾ എന്റർടൈൻമെന്റ് മാറ്റി വെച്ചിട്ട് കിട്ടുന്ന പൈസ മൊത്തം അടിച്ചു പൊളിച്ച് കളയണം എന്നല്ല. പക്ഷെ കുറച്ച് നമ്മുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കുറച്ച് മാറ്റി വെക്കുക. അല്ലെങ്കിൽ ഒരു 10-30 കൊല്ലമൊക്കെ വേണ്ടി നമ്മൾ നാട്ടിൽ പോകുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ എന്താക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ ജീവിതം 30 വർഷം ചടേന്ന് പോയിട്ടുണ്ടാവും. എന്നാൽ പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും നേടിയിട്ടുണ്ടാവില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ നമ്മുടേതായ കുറച്ച് എന്റർടൈൻമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താക്കാം, നമുക്ക് നാളെ ഇങ്ങനെ ആലോചിക്കും. ഇങ്ങനെ മറ്റേ ഒരു 10-30 വർഷമൊക്കെയാണ് നാട്ടിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കുമല്ലോ, മലർന്ന് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ആലോചിക്കാം, പണ്ട് ഞാൻ അങ്ങനെ ചെയ്തിരുന്നു, പണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നു. അല്ലെങ്കിൽ അല്ലാണ്ട് ഇപ്പൊ കുറെ കാലമൊക്കെ ഉണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ ഇങ്ങനെ എന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ വെറും പണിയെടുത്തു എന്നൊന്നും പറഞ്ഞിട്ട് നമ്മൾ നാളെ അവർക്ക് പോയിട്ട് മറ്റേ കഷ്ടപ്പാടോ കണ്ണീരോ സങ്കടമോ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല.